കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യകണ്ണി അറസ്റ്റിൽ കെ.ബി. അനിൽകുമാറാണ് അറസ്റ്റിലായത്. വ്യാജ പേരിലും രേഖകളിലും 18 കോടി രൂപ അനിൽകുമാർ തട്ടിയിരുന്നു. തുടർച്ചയായ കോടതി സമൻസുകളിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. കേസിലെ 55 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുക. ജിജീഷ്, കേസിലെ 55 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. മുഖ്യകണ്ണിയുമാണ് അറസ്റ്റിലായ അനിൽകുമാർ. മറ്റു വിവരങ്ങൾ? കെ.പി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 18 കോടി രൂപ തട്ടിയയാളാണ് അനിൽകുമാർ. മാത്രമല്ല 100 ആളുകളുടെ പേരുകളിൽ സാധാരണ വ്യത്യസ്ത ആളുകളായ 100 പേർക്ക് നൽകുന്നതിനുള്ള വായ്പകൾ ഒരുമിച്ചായിരുന്നു അനിൽകുമാർ തട്ടിയെടുത്തത്. വ്യാജ പേരുകൾ ഉപയോഗിച്ചും വ്യാജ രേഖകളിലുമായിരുന്നു ഇത്ര വലിയ ഒരു തട്ടിപ്പ് അനിൽകുമാർ നടത്തിയത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അനിൽകുമാറിലേക്ക് അന്വേഷണം എത്തിയില്ല. ഇതിനിടെ ഇയാൾ ഒളിവിൽ പോയി. 2 വർഷങ്ങളോളം തന്നെ ഒളിവിൽ കഴിയുകയും തങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒളിവിലാണ് പ്രതി എന്ന കാര്യമായിരുന്നു പല ഘട്ടങ്ങളിലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഘട്ടങ്ങളിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത്. ആസൂത്രിതമായി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇയാളെ കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. എന്നാൽ ഇതിനുശേഷം വീണ്ടും പ്രതി തുടർച്ചയായി ഒളിവിലേക്ക് പോവുകയും അല്ലെങ്കിൽ സമൻസുകൾക്കൊന്നും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് നിർണായകമായ അറസ്റ്റ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ ആരെല്ലാമാണ് പങ്കാളികളായിരിക്കുന്നത്, മാത്രമല്ല ഇത്ര വലിയ തുക 50 ലക്ഷം രൂപ ഓരോരുത്തർക്കും ലോൺ എടുക്കുന്നതിന് പരിധിയുണ്ട് എന്നിരിക്കെ 18 കോടിയോളം രൂപ തട്ടിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ ലോൺ എടുക്കുന്നു. അത് പല ഘട്ടങ്ങളിലായി പലിശ സഹിതം വർദ്ധിച്ചു 18 കോടിയോളം രൂപ എത്തുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചടവ് കൃത്യമായി ഇയാൾ നടത്തുന്നില്ല. അങ്ങനെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ്. മാത്രമല്ല ഈ പണം മറ്റു പല കാര്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങളിലേക്ക് അടക്കം വകമാറ്റുകയും ചെയ്തുകൊണ്ട് വലിയ തോതിൽ തന്നെ നിരവധി ആളുകൾ പങ്കാളികളായ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി മാറുകയായിരുന്നു അനിൽകുമാർ എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ചോദ്യം ചെയ്തതിൽ അനിൽകുമാർ പറഞ്ഞത് ഈ 50 കോടി രൂപ അല്ല 50 ലക്ഷം രൂപ എന്ന പരിധി തനിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പല ആളുകളും തന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിലെ ജീവനക്കാരടക്കമുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. മാത്രമല്ല അനിൽകുമാറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. 15 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനകളിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ പരിശോധനകൾക്ക് ശേഷമായിരുന്നു വിശദമായ അന്വേഷണത്തിലേക്ക്, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാത്രമല്ല ഈ നിക്ഷേപ തട്ടിപ്പിൽ പങ്കാളികളായിക്കൊണ്ട് ഇതിന്റെ പങ്ക് പറ്റിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം നീളുന്ന ഘട്ടത്തിൽ തന്നെയാണ് അനിൽകുമാറിന്റെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒളിവിലാണ് എന്ന് പറഞ്ഞടക്കം ഇയാളെ സഹായിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല പിന്നീട് കോടതി നടപടികളോടും നിസ്സഹകരിക്കാൻ തുടങ്ങിയ ഘട്ടത്തിലേക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്ന നീക്കത്തിലേക്ക് മാറിയത്. മാത്രമല്ല മുഴുവൻ പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട 55 പ്രതികളാണുള്ളത്. അതിൽ 50 വ്യക്തികൾ 5 സ്ഥാപനങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും ഇന്ന് കോടതിയിൽ ഹാജരാകാനും കലൂരിലെ PMLA കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ അരവിന്ദാഷൻ ഉൾപ്പെടെ PR അരവിന്ദാഷനും വിളപ്പായ സതീഷും അടക്കമുള്ള ആളുകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 4 പ്രതികളാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ അനിൽകുമാറിന്റെ കൂടി അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.